ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കില്ല. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൊട്ടുകടലയുടെ അളവനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അത് കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് എത്രത്തോളം വേവിച്ചെടുക്കാമോ അത്രയും നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നാലേ നമ്മുടെ പലഹാരം നല്ല ടേസ്റ്റി ആയിട്ടും പരുവത്തിനൊക്കെ കിട്ടുള്ളൂ. മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ വേവിച്ച് ഉടയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു പൊട്ടുകടലയുടെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും അതുപോലെ ഒരു സബോളയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്നാലേ നമ്മൾ ഷേപ്പാക്കി എടുക്കുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിറയെ എടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂൺ അളവാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് 1 നുള്ളു ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിനായിട്ട് ഞാൻ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം ഒരു അരക്കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കുന്നുണ്ട്. കുഴച്ച് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. നമ്മുടെ കൈകൊണ്ട് ഈ ഒരു കൂട്ട് പിടിക്കുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഒരുപാട് അങ്ങ് ലൂസായി പോയാൽ കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. അപ്പോൾ ഞാനിതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മാവ് കുറച്ചെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഭയങ്കര സിമ്പിളാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ബോൾസാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരുപാട് ഫ്ലെയിം കൂടിപ്പോവുകയും ചെയ്യരുത്, നല്ല പോലെ ലോ ഫ്ലെയിമിലാവുകയും ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ പരുവൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും സമയം വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കായാലും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ഇതിൻ്റെ അകം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.